അത് പള്ളി പോയി പറഞ്ഞാ മതി. അത് 4 ആണ്. ആ കല്ലാണ് ബൗണ്ടറി. ബൗണ്ടറി അടിക്കുമ്പോ ഒരുപാട് ശ്രീശാന്തിന്റെ സ്വഭാവം കാണിക്കില്ലേ? അത് 4 ആണ്. പോയ അടുത്ത ടീമുകള് അതെ വെറുതെ കളിച്ച് ഓളോട്ടായി നാണം കേട്ടണ മാഷെ. ബെറ്റാശ എന്നിട്ട് സ്ഥലം വിടാൻ നോക്ക്. എത്ര തവണ തോപ്പിച്ചാലും നീ ഒന്നും പഠിക്കില്ലെന്ന് വെച്ചാ ഒരു ബോൾ ഇടല്ലേ, നീ പോയി പന്തറിയാൻ നോക്ക്. കളിക്കട്ടെ. ഒരു ബോളിന് 8 റൺസ് എടുക്കണം. എങ്ങനെ ജയിക്കാൻ പോണെന്ന് കാണാലോ. ഒരു ബോളിൽ 8 റൺ. ഞാൻ നോ ബോൾ എറിയെന്ന് വിചാരിക്കണ്ട. ഹലോ, 1 സെക്കൻഡ് സാർ. അണ്ണാ മിനിസ്റ്റർ ഫ്രാൻസിസ് കുഞ്ഞപ്പൻ എമർജൻസി ആയിട്ട് സംസാരിക്കാണ്ടെന്ന്. അവന്റെ ഒരു ഫ്രാൻസിസ് കുഞ്ഞപ്പൻ ഈ കളി തോറ്റാലേ നാട് വിട്ടു പോകുന്ന നല്ലേ. ഞാൻ അതിന്റെ ടെൻഷൻ നിൽക്കുമ്പോഴേ അവന്റെ ഒരു ഫ്രാൻസിസ് കുഞ്ഞപ്പൻ. ഹലോ, അത് സാറേ, അണ്ണൻ ഇവിടെ വേറൊരു പ്രശ്നം സോൾവ് ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഓ ഓ ഓ അനിയാ, ഇതൊന്ന് പിടി. ഒന്ന് പിടിക്കടേ. അണ്ണൻ മുണ്ട് മടക്കി. ഇനി വല്ലതും നടക്കും. ഓവറാക്കല്ലേ. 8 റൺസ് അടിക്കാൻ പാടാണ്. ഓടിനതിൻ്റെ ഇടയിൽ മുണ്ട് കുടുങ്ങണ്ടെന്ന് എഴുതി മടക്കി കുത്തിയതാണ്. അല്ല, ഞാൻ ചുമ്മാ ഒരു ബിൽഡപ്പിന്. അല്ല, വേണ്ട, നിർത്തി. റെഡിയാ? വാ. പശുക്കള്. പശു വല്ല ധോണിയാന്നാ ഭാവം. അണ്ണാ നിർത്തണ്ട, ഓട്. ഇനി 2 റൺസ് കൂടി വേണോ? അമ്മ എന്നെ ചീത്ത അറിയും. അണ്ണോ, ഇനി 2 റൺസ് കൂടി മതി.
കളിയിലെ ജയിക്കുന്നതും തോക്കുന്നതും അല്ല വിഷയം, പങ്കെടുക്കുക, മത്സരിക്കുന്നതാണ് പ്രധാനം. ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞേ ഉള്ളൂ, ക്ഷമിക്കണം. പോയിട്ട് വയറിളകുന്നത് എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കും കേട്ടാ. പോ. അണ്ണാ അപ്പൊ നമ്മുടെ കാര്യം നിനക്ക് വയറിളകാത്തൊരു സാധനം ഞാൻ തരാം. വയറിളകാത്ത സാധനം. ഈ അണ്ണന്റെ ഒരു കാര്യം